സത്യഭാമദാസ് ബിജു, SD ബിജു, ലോക പ്രശസ്തനായ മലയാളി ആംഫിബിയൻ ബയോളജിസ്റ്റ്, ഇന്ത്യയുടെ ഫ്രോഗ്മാൻ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഓർഗാനിസ്മിക് ആൻഡ് എവല്യൂഷണറി ബയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അസോസിയേറ്റും ഡൽഹി യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ പ്രൊഫസറുമാണ് SD ബിജു. ഉഭയജീവികളിൽ 2 പതിറ്റാണ്ടിലേറെയായി ആഴത്തിൽ ഗവേഷണം നടത്തുന്ന, തവള ലോകവുമായി അക്ഷരാർത്ഥത്തിൽ പ്രണയത്തിലുള്ള SD ബിജുവിന്റെ കണ്ടെത്തലുകൾ വർത്തമാനകാല ജീവശാസ്ത്ര ലോകത്തെ അപൂർവതയാണ്. I am not talking anything other than frogs. I am talking for frogs and talking about only frogs. 116 ഉഭയജീവികളെ ഇതിനകം കണ്ടെത്തിക്കഴിഞ്ഞ ഈ ശാസ്ത്രജ്ഞൻ ഇന്ത്യൻ ഉഭയജീവി വൈവിധ്യത്തിന്റെ 25% കണ്ടെത്തലും ഔദ്യോഗിക വിവരണവും നടത്തിയിട്ടുള്ള ഏക ഇന്ത്യക്കാരൻ കൂടിയാണ്. SD ബിജു പശ്ചിമഘട്ടത്തിൽ നിന്ന് 2003 നടത്തിയ പർപ്പിൾ ഫ്രോഗിന്റെ കണ്ടെത്തൽ നൂറ്റാണ്ടിന്റെ കണ്ടെത്തൽ എന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിച്ചത്. I really love them. It's actually, I'm not exaggerating. I literally like them. It's a popping eyes and extremely wonderful, life forms. Actually, it's so amazing. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ ഉഭയജീവികളിൽ SD ബിജു നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത ഗവേഷണങ്ങൾ ജീവലോകത്തെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ആംഫിബിയൻ സിസ്റ്റമാറ്റിക്സ്, ജീവിവർഗത്തിന്റെ പരിണാമം, സ്വഭാവ സവിശേഷതകൾ, ബയോജിയോഗ്രഫി, ഉഭയജീവികളുടെ സംരക്ഷണം, ഡോക്യുമെന്റേഷൻ എന്നിവയാണ് SD ബിജു എന്ന ശാസ്ത്രജ്ഞന്റെ പ്രവർത്തന മേഖലകൾ. ശാസ്ത്രവും സൂക്ഷ്മതയും സൗന്ദര്യാത്മകതയും കൃത്യമായി ഉൾച്ചേർന്ന SD ബിജുവിന്റെ ഫോട്ടോഗ്രാഫുകളും ഇല്ലസ്ട്രേഷനുകളും ജീവികളെ, പ്രത്യേകിച്ച് തവളകളെ, അവയുടെ ആവാസ വ്യവസ്ഥയുടെ സമഗ്രതയിൽ രേഖപ്പെടുത്തുന്നവയാണ്. നേച്ചർ ഉൾപ്പെടെയുള്ള നിരവധി അന്താരാഷ്ട്ര പീർ റിവ്യൂഡ് ശാസ്ത്ര ജേണലുകളിൽ 100-ലേറെ ശാസ്ത്രലേഖനങ്ങൾ, അനവധി അന്താരാഷ്ട്ര ശാസ്ത്ര പുരസ്കാരങ്ങൾ, ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഗവേഷക വിദ്യാർത്ഥികൾ, വിദേശ സർവകലാശാലകളുമായി ചേർന്നുള്ള ഗവേഷണങ്ങളും ഫെല്ലോഷിപ്പുകളും, കേരളത്തിൽ നിന്ന് പരമോന്നത സിവിലിയൻ ബഹുമതിയായ കേരളശ്രീ പുരസ്കാരം തുടങ്ങി ലോകം മുഴുവൻ കൊല്ലം കടക്കൽ സ്വദേശിയായ SD ബിജു എന്ന ജീവശാസ്ത്രജ്ഞന്റെ കണ്ടെത്തലുകളെയും ഗവേഷണങ്ങളെയും പ്രവർത്തനങ്ങളെയും ആദരിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആദരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു തവള ഒരു മരത്തിലോ ഇല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ സൈഡിലോ ഇരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും കാണാറില്ല. പ്രൊഫസർ ഡോക്ടർ സത്യഭാമദാസ് ബിജു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പേര് തന്നെയാണ്. യു ആർ ബോൺ ഇൻ 1963. ആ സമയത്ത് ഒരു കുട്ടിക്ക് പേരിടുന്ന സമയത്ത് അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും ഉണ്ടാവുക എന്നുള്ളത് അത്ര യാദൃശികമായിട്ടൊരു കാര്യമല്ല. ഇപ്പോൾ പോലും അത് അത്ര കോമൺ അല്ല. വളരെ പാട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിക്കകത്ത് എങ്ങനെയാണ് ആ ഒരു ബാലൻസ് ഉണ്ടാവുന്നത്? ഒരു പ്ലാൻഡായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും പേരെൻ്റെ ഗിവൺ, അതായത് എൻ്റെ പേരിനോടൊപ്പം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. അച്ഛൻ്റെ പേര് ശിവദാസ് എന്നാണ്. അപ്പം അച്ഛൻ്റെ എസ്സും ഡിയും കൂടെ ചേർത്തിട്ടാണ് അവർ പേര് വെച്ചത്. എന്നിട്ട് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ, എനിക്ക് അമ്മയെന്ന് പറയുന്നത് ഇങ്ങനെ എൻ്റെ ഈ പ്രായം കൂടുന്തോറും അമ്മയായിട്ടുള്ള ബന്ധം ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു, എനിക്കെന്തോ ഒരു അമ്മയുടെ കൂടെ യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞ് എനിക്ക് വലിയ, അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് ഈ ശിവദാസ് എന്ന് പറയുന്നതിന് പകരം ആദ്യമായിട്ട് എക്സ്പാൻഡ് ചെയ്ത സമയത്ത് ഞാൻ എഴുതിയത് സത്യഭാമ ദാസ്. ദാസ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും. ഇറ്റ് ഈസ് മൈ ഡിസിഷൻ. സോറി, ഇതിനകത്ത് അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു അമ്മയുടെയും അച്ഛൻ്റെയും ഇല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്ത് നിന്നിട്ടുണ്ടായ സാധനമല്ല, മറിച്ച് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ആവശ്യവും ഇല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹപ്രകാരം എനിക്കും തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന സമയത്ത് ഞാനെടുത്തൊരു തീരുമാനമാണ് എൻ്റെ അമ്മയുടെ പേര് ആദ്യവും അച്ഛൻ്റെ പേര് രണ്ടാമത്, എൻ്റെ പേര് അവസാനം. നമുക്ക് തിരിച്ചു പോകേണ്ടത് ആ സ്കൂളിലേക്കാണ്. ഇപ്പോൾ വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ SD ബിജു ഡിഡ് നോട്ട് റിസീവ് എ ഫോർമൽ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് കാണാം. എന്താണ് അങ്ങനെ വിക്കിപീഡിയ പറയാൻ കാരണം? അങ്ങനെയല്ല, എൻ്റെ തുടക്കം വിക്കിപീഡിയയിലല്ല. കാരണം എനിക്ക് തോന്നുന്നു ഒരു 20 വർഷത്തിന് മുമ്പ് BBC നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ, കാരണം ഞാനത് വളരെ വേറൊരു കോണ്ടസ്റ്റിൽ സംസാരിച്ചു വെച്ച കാര്യം
ഇപ്പോൾ BBC പോലുള്ള ചാനൽ വരുന്നതോടുകൂടി തന്നെ അതിന് വേറൊരു തരം ഒരു ഇതുണ്ടായി. അപ്പം എൻ്റെ സ്കൂളിൽ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ എന്നെ സ്കൂളിൽ കൊണ്ടാക്കി. പക്ഷേ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഉപരിയായിട്ട് കാരണം ഞാനൊരു സാധാരണ ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന് സാധാരണ ചെറിയൊരു അമ്മയും അച്ഛനും ഒക്കെ പാടത്ത് പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അവരോടൊപ്പം യാത്ര രാവിലെ തന്നെ അമ്മയുടെ കൂടെ പോവുക, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെ ഞാൻ സ്കൂളിൽ ഏതാണ്ടൊരു 8ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ഓക്കെ. പക്ഷെ ഒപ്പം തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് പോയിട്ട് പരീക്ഷയ്ക്ക് എഴുതുക. അല്ലാതെ സ്കൂളൊരു ഫോർമൽ എഡ്യൂക്കേഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഒരു സ്കൂൾ എന്നുള്ളൊരു സമ്പ്രദായത്തിലല്ല എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫിൽ വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഏകദേശം ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നൊരു ഡിഗ്രി സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുന്ന. അതുവരെ ഞാൻ ഈ വിദ്യാഭ്യാസത്തിന് ആ ഒരു രീതിയിൽ കണ്ടിട്ടേ ഇല്ല. ആ സമയത്ത് പഠിച്ചിരുന്ന കുറേ വിഷയങ്ങളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ മറ്റു പല സബ്ജക്ട്സിനും വ്യത്യസ്തമായിട്ട് ബയോളജിയിലേക്കുള്ളൊരു ഓറിയൻറ്റേഷൻ അത് ഉണ്ടാവാനായിട്ടുള്ളൊരു ബേസിക് ട്രിഗർ എന്തായിരുന്നു? ഇതൊക്കെ വളരെ അവിചാരിതമായി സംഭവിച്ച കാര്യങ്ങളാണ്. കാരണം ഇന്നത്തെ ഒരു കുട്ടി LKGയിൽ ജോയിൻ ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന 2ാമത്തെ വയസ്സിലോ 4ാമത്തെ വയസ്സിലോ 5ാമത്തെ വയസ്സിലോ അച്ഛനും അമ്മയും തീരുമാനിക്കും എൻ്റെ മകൻ എന്താവണം അല്ലെങ്കിൽ എൻ്റെ മകൾ എന്താവണം എന്നുള്ളത്. കുട്ടിക്ക് മുമ്പായിട്ട് കുട്ടിയുടെ രക്ഷകർത്താക്കൾ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എന്ത് കിട്ടിയാലും, കാരണം ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു മാത്തമാറ്റിക്സിൻ്റെ സാധ്യതയും ബയോളജിയുടെ സാധ്യതയും കെമിസ്ട്രിയുടെ സാധ്യതയും അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം നമുക്ക് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാഞ്ച്, അത് ബോട്ടണി ആവാം, സുവോളജി ആവാം, കെമിസ്ട്രി ആവാം. അവിടെ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഒരു പ്രാധാന്യവും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ സബ്ജക്റ്റുകൾക്കും അതിൻ്റേതായ എക്സിസ്റ്റൻസും അതിൻ്റേതായ പ്രാധാന്യവും അക്കാഡമിക് സമ്പ്രദായത്തിലുണ്ട്. അതിനെ ഒരു എഞ്ചിനീയറിങ്ങിലോ ഇല്ലെങ്കിൽ മെഡിക്കൽ സയൻസിലോ ഇല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്സോ ഫിസിക്സോ വരുന്ന ഒരു ഗ്ലോറിഫൈഡ് സബ്ജക്ട്സിലേക്ക് മാത്രം മാറ്റാതെ ബയോളജി എന്ന് പറയുന്നത് ഭയങ്കര സാധ്യതകളുള്ള, ലോകത്ത് തന്നെ ഒരു എന്താ പറയുക, കാരണം ഒരുപക്ഷെ നമ്മൾ ബയോളജി ഇത്തരത്തിൽ കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നോബൽ സമ്മാനം പോലുള്ള വലിയ വലിയ പുരസ്കാരങ്ങൾക്ക് ഒരിക്കലും ബയോളജി, അല്ലെങ്കിൽ തിമ്പർജൻ കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു നോബൽ പ്രൈസ് കിട്ടിയതല്ലാതെ ബയോളജിക്ക് നോബൽ പ്രൈസ് ഇല്ല. അത് മെഡിസിനുണ്ട്, ഫിസിക്സിനുണ്ട്, കെമിസ്ട്രിക്കുണ്ട്, എല്ലാ സ്ഥാനത്തിനുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ബയോളജിയുടെ പ്രാധാന്യം ഇന്ന് അക്കാഡമിക് തലങ്ങളിലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലും ഇന്ന് കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു സാധ്യത വന്നിട്ടുള്ളത് ബയോളജി എന്നൊരു സബ്ജക്റ്റിലൂടെ തന്നെയാണ്. ബയോളജിക്കകത്ത് തന്നെ ഒത്തിരി തരത്തിലുള്ള സബ്ജക്ട്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഫിസിയോളജി ഉണ്ട്, ഇക്കോളജി ഉണ്ട്, അങ്ങനെ അതിൽ തന്നെ ടാക്സോണമി, വർഗീകരണം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് ഞാൻ താങ്കൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് താങ്കൾ പ്രൊഫസർ ശിവരാജിൻ്റെ സ്റ്റുഡൻ്റാണ്. ആ സമയത്ത് ടാക്സോണമിയിലേക്കുള്ള ഒരു ടേൺ അത് ആകസ്മികമായിരുന്നോ, അതോ ഇറ്റ് വാസ് എ ഡിസിഷൻ ബൈ യുവർ സെൽഫ്? അങ്ങനെയല്ല, എനിക്ക് പണ്ട് മുതലേ എന്നെ ടാക്സോണമിയിലേക്ക് പ്രധാനപ്പെട്ട എന്നെ ആകർഷിച്ചതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് കാട്ടിൽ പോകാൻ പറ്റും, ഇല്ലെങ്കിൽ ഇതിനെ കണ്ടെത്താനായിട്ടുള്ള യാത്ര, അതാണ് എന്നെ ആദ്യമായിട്ട് ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. പിന്നെയാണ് ഈ ശാസ്ത്രം ഇതിനകത്ത് വരുന്നത്. തുടക്കത്തിൽ, ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല, തുടക്കത്തിൽ അങ്ങനെയാണ് വന്നത്. പിന്നെ പ്ലാന്റ് സയൻസിൽ ഏതാണ്ടൊരു ഡിഗ്രി കഴിഞ്ഞ സമയം മുതലേ എനിക്ക് താല്പര്യമുള്ള സബ്ജക്റ്റായിരുന്നു ടാക്സോണമി. ടാക്സോണമി എന്ന് പറയുന്നത് കണ്ടെത്തുന്നതിലുള്ളൊരു സന്തോഷമല്ല, മറിച്ച് ആ ഒരു പ്രോസസ്സ്, അതൊരു സാധാരണ ഒരു കെമിസ്ട്രി പൈപ്പറ്റും ബ്യൂററ്റും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രാക്ടിക്കലിനേക്കാളൊക്കെ എത്രയോ സങ്കീർണമായ ഒരു ശാഖയാണ് എനിക്ക് തോന്നുന്നു. എൻ്റെ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടാവാം. ഈ വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ഒരു പേര് കൊടുക്കുന്ന അവസരത്തിലാണ് നിങ്ങളിതിനെ കാണുന്നത്. പക്ഷെ അതിന് പിന്നിലുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ പ്രോസസ്സ് തന്നെയാണ്. ആ പ്രോസസ്സിൽ കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ രാത്രിയൊക്കെ ഉറക്കളച്ചെടുത്തിട്ട് ഈ റോട്ടറി പെൻ വെച്ചിട്ട് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക, അത് കണ്ടിന്യൂസ് ആയിട്ട്. ആ തരത്തിലുള്ളൊരു വർക്ക് കൾച്ചർ, ഹാർഡ് വർക്ക് എന്നല്ല എന്ന് പറയാം, കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവുക, ആ ഒരു ട്രേറ്റ് വളരെ പ്രധാനമായിട്ട് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമേഷൻ പ്രോസസ്സ്? എനിക്ക് അത്രയും വലിയൊരു പേഷ്യൻ, അങ്ങനെയുള്ളൊരു, ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മാറി പോകുന്ന ആളാണ്. എൻ്റെ അക്കാഡമിക് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഒരിടത്തും 5 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ല. ഒരു സബ്ജക്റ്റ് ഞാൻ 15 വർഷത്തിൽ കൂടുതൽ പഠിച്ചിട്ടില്ല. എപ്പോഴും ഞാൻ അങ്ങനെ മാറി പോകുന്ന ആളാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ശാഖ വരുന്ന സമയത്ത് എനിക്ക് എന്നെ വല്ലാണ്ട് പിടിച്ചെടുത്താനുള്ളൊരു കഴിവുണ്ട്. എനിക്ക് സജീവ് പറഞ്ഞതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് വരയ്ക്കാൻ കഴിയും എന്നെനിക്ക് മനസ്സിലായത് വളരെ കുട്ടിക്കാലത്താണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. അച്ഛൻ്റെ പാർട്ടിയുടെ ചിഹ്നം വരയ്ക്കാൻ ഞാൻ 5 അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സുള്ള സമയത്താണ് ആദ്യമായിട്ട് എനിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാവുന്നത്. അത് ഈ
അക്കാഡമിക് കാര്യങ്ങളൊന്നുമില്ല. വലിയ പാറയുടെ പുറത്ത് കുമ്മായം കൊണ്ട് അവരുടെ ചിഹ്നം വരച്ച് വെക്കുക എന്നുള്ളൊരു സാധനവും അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്നൊരു സാധനമുണ്ടല്ലോ. പിന്നെ ചുവരുകളിൽ വളരെ ഭംഗിയായിട്ട് ആ സമയത്ത് തന്നെ അതൊരു ക്രിയേറ്റീവ് കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടോ? വരയ്ക്കുക എന്നുള്ള ഒരു ക്രിയേറ്റിവിറ്റി അതിനകത്തുണ്ടെന്നുള്ള അന്നൊന്നും എനിക്കൊന്നും തിരിച്ചറിയാനുള്ളൊരു കാരണം ഞാൻ വളരെ കുട്ടിയാണ് ആ സമയത്ത്. കാരണം വെച്ചാൽ ഞാൻ ഈ വലിയ ആൾക്കാരെന്നെ കൊണ്ടുപോയിട്ട് ഒരു ചൈൽഡ് ലേബർ പോലെ ഒന്നും അറിയാത്തൊരു സമയത്ത് തന്നെ പിന്നെ അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ മനസ്സിലായത് ഇത്തരത്തിലുള്ളൊരു അങ്ങനെ വന്നിട്ട് പിന്നെ അത് ഞാൻ അക്കാഡമിക് തലങ്ങളിലേക്ക് വരുന്ന സമയത്ത് PGക്ക് പഠിക്കുന്ന സെൻട്രലിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു സാധ്യത. കാരണം പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസയും മറ്റു ആൾക്കാരുടെ നിന്നൊക്കെ പൈസ സ്വരൂപിച്ചിട്ട് ഈ സയൻറ്റിഫിക് ഇല്ലസ്ട്രേഷൻ ബുക്സ് അന്നത്തെ കാലത്ത് ഈ ഓൺലൈനിൽ ഇന്നത്തെ പോലെ അവൈലബിൾ അല്ല. ആ സമയത്ത് ഞാൻ അത് വാങ്ങിയിട്ട് അവർ പറയുന്നത് അതിനകത്ത് പറയുന്നൊരു വാക്കുണ്ട്, വൺ സയൻറ്റിഫിക് ഇല്ലസ്ട്രേഷൻ ഈക്വൽ ടു മോർ ദാൻ 1000 വേർഡ്സ്. കാരണം നിങ്ങളൊരു ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ വർണ്ണിക്കുന്ന സാധനമുണ്ടല്ലോ, ഇങ്ങനെ വളരെ പെഡാൻറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ടാക്സോണമി എപ്പോഴും വർക്ക് ചെയ്യുന്നത്, ബോട്ടണി ആണെങ്കിലും സുവോളജി ആണെങ്കിലും. പക്ഷേ അത് നമ്മൾ ഡിബിറ്റ് ചെയ്യുന്ന ഒരു ചിത്രത്തിലൂടെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സയൻറ്റിഫിക് ആക്യുറസി ഫോട്ടോയെക്കാളും കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം ചോദിച്ചോട്ടെ, അന്നത്തെ കാലത്ത് വരയ്ക്കുന്ന സമയത്ത് ഉള്ള ടൂൾസ് പിന്നീട് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അതെ, അത് അന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അന്ന് ആദ്യത്തെ ടൂൾസ് എന്തായിരുന്നു, പിന്നെ അതിനുള്ള മാറ്റം എന്തായിരുന്നു? ഓരോ കാലഘട്ടത്തിൽ ഇപ്പം നമ്മളൊരു 1860 അല്ലെങ്കിൽ 1850 ലിനിയേഴ്സിൽ കഴിഞ്ഞിട്ടുള്ള ഒരു ബൊട്ടാണിക്കൽ ഇല്ലസ്ട്രേഷനും സുവോളജിക്കൽ ഇല്ലസ്ട്രേഷനും ഉണ്ട്. ആ സ്റ്റൈലിങ്ങിന് നമ്മളിങ്ങനെ ഓരോ വർഷങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ ഒരു ഇൻ്റർവ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ഭയങ്കര പ്രോഗ്രസീവ് സാധനമാണ്. അതിന് പ്രോഗ്രസീവ് ആണോ അല്ലയോ എന്നുള്ളത് വേറൊരു ചർച്ചാ വിഷയമാണ്. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറാണ് സാധാരണ. ഞാൻ ഏകദേശം ഒരു 10,000-ലേറെ എനിക്ക് തോന്നുന്നു എൻ്റെ ചിത്രങ്ങൾ ഉടനെ US വലിയൊരു മ്യൂസിയം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ പഴയ ചിത്രങ്ങളെല്ലാം വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അന്ന് ചെയ്തിരുന്നത് പേപ്പറിൽ വരച്ച് പെൻസിൽ കൊണ്ട് വരച്ച് അതിനകത്ത് റോട്ടിങ് വെച്ചു അങ്ങനെയുള്ളൊരു സങ്കീർണമായ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ളൊരു ഡ്രോയിങ് മാസ്റ്ററുടെ ഒരു സാധനമാണ്. ഡിഫറെന്റ് സൈസ് പെൻസിൽസ് ഉണ്ടാവും. അതെ, B2B 3B. അന്ന് പെൻസിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ പെന്നാണ് ഉപയോഗിക്കുന്നത്. അതിന് റോട്ടറിങ് കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ച് അതിനകത്ത് പല സ്റ്റൈലുണ്ട്, ഡിഫറെൻറ്റ് പോയിന്റ്സ് ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ അവൈലബിൾ ആയതിൻ്റെ പേരിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സാധാരണ ഇപ്പോൾ ഒരു പടം നമ്മൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്യാം. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിലൂടെ ഇപ്പോൾ സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഡ്രോയിങ് സോഫ്റ്റ്വെയർ ഉണ്ട്, അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഇന്നും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഒരു 3 ഡയമെൻഷണൽ വേ ഓഫ് ഡ്രോയിങ്സ്. അത് തന്നെയാണ്. എനിക്ക് യാതൊരുവിധ ട്രെയിനിങ്ങോ ഒരു അക്കാഡമിക് ഡിഗ്രിയോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ കണ്ടിട്ടുള്ള രസമുള്ള കാഴ്ച, ഒരു കയ്യിൽ ഒരു ട്യൂഗ് പിടിച്ചെടുത്തിട്ട് അതെ മറ്റേ കൈ കൊണ്ട് വരയ്ക്കുന്ന ബിജുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ അതെ. പക്ഷെ ഇപ്പോൾ കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഈ പണി എടുക്കുന്നില്ല. അവർ തൊട്ട് സീനിയേഴ്സിൻ്റെ ഇത് വെച്ചിട്ട് ട്രേസ് ഫിലിം വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുന്ന പ്രോസസ്. ബയോളജി പഠിക്കുന്ന സമയത്ത് ആഡ് ഓൺ ചെയ്യുന്ന മറ്റ് സ്കിൽസ് ഉണ്ട്. അതെ, ഇപ്പം ഈ പറഞ്ഞ പോലെ ഡ്രോയിങ്, അത് ഗംഭീരമായിട്ട് ബിജു അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഫോട്ടോഗ്രാഫി. അതിലേക്കുള്ള ഗംഭീര ഫോട്ടോസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നത് സാധാരണ ഇപ്പം ഉള്ള ക്യാമറയൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷെ കാരണം ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ടെസ്റ്റിൽ എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ ഒരാൾക്ക്, വായനക്കാരനോ ഇല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിനോ എൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റുന്നത് എനിക്ക് ശാസ്ത്രവും ഫോട്ടോഗ്രാഫി അറിയാമെന്ന് ഞാൻ പറയാം. ഐ എം നോട്ട് എ ഫോട്ടോഗ്രാഫർ അറ്റ് ഓൾ. കാരണം ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫിക് ഇൻട്രസ്റ്റാണ്. അപ്പോൾ അത് എന്നെ വല്ലാണ്ട് സഹായിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ളൊരു ഇൻ്റഗ്രേഷൻ തന്നെയാണ് ഏറ്റവും നല്ലൊരു അപ്രോച്ച്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ എടുക്കുന്ന പടം വാങ്ങി ഞാൻ എൻ്റെ പബ്ലിക്കേഷൻ വെക്കുന്നത്, ഞാൻ തന്നെ എഴുതുന്നൊരു പേപ്പറിൽ ഞാനത് വിഷ്വലൈസ് ചെയ്യും. ഞാൻ ഫീൽഡിൽ പോയി ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു തവളയെ കാണുമ്പോൾ ആ തവളയുടെ പടം എങ്ങനെ എടുക്കണമെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അതാണ് ഞാൻ എൻ്റെ എഴുത്തിലൂടെ വരത്താൻ പോകുന്നത്. അപ്പോൾ അതിനിപ്പം വെള്ളത്തിലിരിക്കുന്ന തവളയെ വെള്ളത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഹാബിറ്റാറ്റെല്ലാം അതിനകത്ത് കാണിക്കാൻ പറ്റും. അത് പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഇപ്പോൾ വെള്ളത്തിലിരിക്കുന്നത് തവള, ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തവളയുടെ ദേഹത്തു നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റും വെള്ളത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റും ഒക്കെ ഡിഫറെൻറ്റ് ക്വാളിറ്റീസിലായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ പേപ്പറിൽ എങ്ങനെ വരണം എന്നുള്ളത് വിഷ്വലൈസ് ചെയ്തിട്ട് അതനുസരിച്ചുള്ള ഫോട്ടോ എടുക്കണമെങ്കിൽ ആ ടെക്നിക്കിന് മുകളിൽ ഗംഭീരമായിട്ടൊരു മാസ്റ്ററി ആവശ്യമുണ്ട്. ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഫോട്ടോഗ്രാഫി പഠിച്ച ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അങ്ങനെ ഞാൻ വീണ്ടും ചിത്രങ്ങൾ വരയ്ക്കുന്ന പോലെ എനിക്കൊരു ഫോർമൽ ട്രെയിനിങ്ങോ അങ്ങനെയുള്ള ആളൊന്നുമല്ല. മറിച്ച് എനിക്ക് ഇന്ത്യയിലുള്ള വളരെ പ്രശസ്തരായ ഫോട്ടോഗ്രാഫറോടൊപ്പം
കാടുകളിലും യാത്ര ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ലൈക്ക് TNA പെരുമാൾ, K ജയറാം, ഇവരോടൊക്കെ ഞാൻ ഏതാണ്ടൊരു 10-15 വർഷം ഒരു അവരോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. അവരൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല. അവർ ഫോട്ടോ എടുക്കുന്നത് ക്യാമറയിലൂടെ കാണുകയും, ഇല്ല ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് അവർ വന്നിട്ട് ബിജു ലുക്ക് ദിസ് ഹാസ് ടു ചേഞ്ച് ലിറ്റിൽ ബിറ്റ് ലൈക്ക് ദിസ് ആൻഡ് ദിസ് യു ക്യാൻ ഡു ലൈക്ക്, അങ്ങനെ കിട്ടുന്ന അല്ലാതെ ഒരു ഫോർമലായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്നാ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചത് ഇന്ന ആളാണെന്ന് പറയാൻ പറ്റില്ല. മറിച്ച് അവരുടെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. TNA പെരുമാളായാലും ജയറാം ആയാലും അവർ ഫോട്ടോ എടുത്ത് അവരുടെ സബ്ജക്ട്സ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. അതെ, അവരൊരിക്കലും മാക്രോ ഫോട്ടോസ് അല്ല എടുത്തിരുന്നത്. പക്ഷേ ഈ ഫോട്ടോസ് ആർ വെരി ചെറിയ ഒബ്ജക്ട്സ് ഞാൻ എടുക്കേണ്ടി വരും. ആ ഷിഫ്റ്റ് എങ്ങനെയായിരുന്നു? ഒരിക്കൽ നമ്മൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ വെള്ളത്തിന് പുറത്തേക്ക് വരേണ്ടത് നമ്മുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താണ് സ്ട്രഗിൾ ചെയ്യും. കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ എൻ്റെ കുട്ടികൾ കാണുന്നത് ഒരു സ്ട്രഗിൾ എന്നൊരു സാധനമില്ല. എല്ലാം ഇന്ന് രാവിലെ തുടങ്ങിയാൽ ഉച്ചയ്ക്ക് അവസാനിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാനിത് നിങ്ങൾ ഇന്ന് കാണുന്ന ചിത്രങ്ങളല്ല ഞാൻ ആദ്യം എടുത്തിരുന്നത്, വളരെ മോശപ്പെട്ട ചിത്രങ്ങളാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ ചിത്രം കണ്ടിട്ട് ഞാൻ ഇപ്പോഴും ഫോട്ടോഗ്രാഫർ അല്ല, ഐ ഹാവ് ടു സേ വെരി ക്ലിയർലി. പക്ഷേ ഐ നോ ഹൗ ടു ഫോട്ടോഗ്രാഫ് എ ഫ്രോക്ക് ഫോർ മൈ സയൻസ്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ ഞാൻ എൻ്റെ ചിത്രങ്ങൾ ആൾക്കാരെ കാണിക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ. ആ ഒരു വലിയൊരു പ്രോസസ്സുണ്ട് ആദ്യം തുടങ്ങിയ മുകളിൽ ഇന്ന് വരെയുള്ള. എൻ്റെ 10-25 വർഷത്തോളമായി ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എന്നുള്ളതിലേക്ക് ഞാൻ തുടങ്ങിയതിന് ശേഷം. ഓക്കെ, കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു പ്രധാന സ്വഭാവം, ഒരാൾ ഒരു വിഷയത്തിൽ ഗവേഷണം തുടങ്ങിയാൽ അയാൾ അതിനെ തന്നെ ആ വിഷയത്തിൽ തന്നെ ഗവേഷണം ചെയ്ത് മരിക്കും എന്നുള്ളതാണ്. പക്ഷേ ബിജു അത് ഭയങ്കര ബ്രേക്ക് ചെയ്തിട്ട് യു മേഡ് എ ബിഗ് ജംപ് ഫ്രം പ്ലാന്റ്സ് ടു ആംഫിബിയൻസ്. ആ ജമ്പിൻ്റെ റിയൽ കാരണം എന്തായിരുന്നു? ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ട് സംഭവിച്ചതല്ല. അത് പക്ഷേ അതിൻ്റെ ഒരു ട്രിഗർ എന്തായിരുന്നു? ട്രിഗർ എന്ന് പറയുന്നത് എനിക്ക് ബിജുവിൻ്റെ ടീച്ചേഴ്സ് ഇപ്പം നമ്മളിപ്പം ശിവരാജ് സാർ എടുത്തു കഴിഞ്ഞാൽ, മണിലാൽ സാർ എടുത്താൽ, ഇവരെല്ലാവരും തന്നെ ബോട്ടണി തുടങ്ങുകയും ബോട്ടണി തന്നെയാണ് അവർ അവസാനം വരെ ചെയ്തു പോയിരുന്ന കാര്യം. പക്ഷേ യു മേഡ് എ ബിഗ് ജംപ്. എനിക്ക് ഒരു സ്ഥാപനം, KFRA പോലുള്ളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അവിടെ പ്ലാന്റ്സ് എത്തനോബോട്ടണി എന്ന് പറയുന്ന ശാഖയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഞാൻ മേടിക്കുന്ന ശമ്പളം അവിടെ ജോലി ചെയ്യാനാണ്. ആ സമയത്ത് ഞാൻ അവിടെ ജോലി ചെയ്യാതെ കാട്ടിൽ പോകുമ്പോൾ തവളയെ മാത്രം നോക്കി ഒരു 15 വർഷം എനിക്കുണ്ടായിരുന്നു. അത് ആരും അറിയാത്ത 15 വർഷമാണ്. ഞാൻ ആദ്യമായിട്ടൊരു പബ്ലിക്കേഷൻ വരുന്നത് 2001-ലാണ്. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു പരിധി വരെ എൻ്റെ ഫോട്ടോഗ്രാഫിയാണ് എന്നെ തവളയിൽ ബന്ധിപ്പിച്ചത്. കാരണം പ്ലാന്റ്സിൻ്റെ ഫോട്ടോ എടുക്കുന്നത് നല്ലതാണ്, കാരണം പക്ഷേ തവളകളുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്നെ വല്ലാണ്ട് ഇത് ഹോണ്ട് ചെയ്യാറുണ്ട്. കാരണം ഐ റിയലി ലവ് ദം. ഇറ്റ്സ് ആക്ച്വലി ഐ എം നോട്ട് എക്സാജറേറ്റിംഗ്, ഐ ലിറ്ററലി ലൈക്ക് ദം. It's a popping eyes and extremely wonderful, sort of, life forms. Actually, it's so amazing. കാരണം എൻ്റെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് എങ്ങനെയോ ഏറ്റവും നല്ല ചിത്രങ്ങളായി മാറി. അന്നൊക്കെ ഫിലിമിലാണ് ഫോട്ടോ എടുക്കുന്നത്. അത് ലോകത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ മാസികകളുടെയും കവറായിട്ട്. അത് ഒരു റാക്കഫോർ, അതൊരു മരത്തവളയായിരുന്നു, പച്ചത്തവള എന്ന് പറയുന്നത് മരത്തിൽ കാണുന്നൊരു തവള. അത് ഇങ്ങനെ മുന്നോട്ട് നോക്കിയിരിക്കുന്ന ഒരു ചിത്രമായിരുന്നു. അപ്പോൾ അത് നാഷണൽ വലിയ മാഗസിനുകളുടെയൊക്കെ പലപ്പോഴും ഈ സാധനങ്ങൾ വന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം നമുക്ക് കിട്ടുന്ന റെക്കഗ്നേഷൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് വി ആർ ഗെറ്റിംഗ് സം സോർട്ട് ഓഫ് എൻകറേജ്മെൻറ്റ് ഫ്രം, അത് വലിയൊരു ബൂസ്റ്റാണ്. അതെല്ലാം എന്ന് പറയാം. അങ്ങനെ അവിടെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ലഹരി പോലൊരു സാധനമാണ്. കാരണം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള സാധനം. അങ്ങനെ ഒരു 15 വർഷത്തിന് ശേഷമാണ് ഞാനിത് പൂർണ്ണമായിട്ട് എൻ്റെ ജോലി TV ജാലിൽ നിന്ന് ജോലി രാജിവെക്കുന്നത്. ഈ TV ജാലിലുള്ള സമയത്ത് തന്നെയല്ലേ ഇപ്പോൾ ആനമുടി പീക്കിലുള്ള? അതെ, ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതൊക്കെ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു സമയങ്ങളിലാണ്. കാരണം എനിക്ക് ശമ്പളവും, എൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഫ്ലോറ ഫിരവിളൻ നാഷണൽ പാർക്കിൻ്റെ പ്രോജക്റ്റാണ്. അത് അവിടുത്തെ പ്ലാന്റ്സുകൾ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ആ സമയത്ത് ഞാൻ അതല്ല ചെയ്യുന്നത്. അത് ഞാൻ കുറച്ച് സമയം ചെയ്തു വയ്ക്കും. പക്ഷേ ഞാൻ പ്രധാനമായിട്ടും എൻ്റെ സമയം രാത്രി കാലങ്ങൾ ചിലവഴിച്ചിരുന്നത് ഈ പറയുന്ന തവളകളെ ശേഖരിക്കാനാണ്. അന്ന് ഞാനൊരു ബോട്ടണിസ്റ്റാണ്. പക്ഷേ അതേ 15 വർഷത്തെ വർക്കിൽ ഈ ആനമുടി തവള ഞാനത് വരുന്നതാണ്. അങ്ങനെ ഒരു ആനമുടി തവള അന്ന് ഞാൻ കണ്ടെത്തുന്ന സമയത്ത് ആനമുടി പീക്കിൽ മാത്രം ഒരു ചെറിയ ഒരു 200 സ്ക്വയർ ഫീറ്റിൽ മാത്രം കാണുന്ന ഒരു തവള ഇന്ന് ആനമുടി മാത്രമല്ല, അത് മൂന്നാറിലെ പല ഉയർന്ന സ്ഥലങ്ങളിലും ആ തവള ഇന്ന് കാണുന്നുണ്ട്. ഒരു പക്ഷേ ആ തവള തന്നെ വല്ലാണ്ട് ഏറ്റവും ഭംഗിയുള്ള, ഞാൻ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ളൊരു തവളയാണത്. കാട്ടിൽ പോകാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി കാട്ടിൽ പോകുമ്പോൾ ബിജു അന്വേഷിക്കുന്നത് തവളകളെയാണ്. തവളകളെ അന്വേഷിച്ചിട്ട് ബിജു മാത്രമല്ല വരുന്നത്, പാമ്പുകളും വരുന്നുണ്ട്. Can you speak about the dangers in the forest which we have experienced? എല്ലാ പ്രൊഫഷനിലും അതിൻ്റേതായ ഡേഞ്ചർ ഇൻ ദ ഡബിൾ കോഴ്സ് ഇസ് ആക്ച്വലി ഇസ് നോട്ട് എ ഡേഞ്ചർ. പക്ഷെ ഞാൻ എൻ്റെ
ഒരു പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു സാധ്യത ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യുന്ന ജോലി ചെയ്യാൻ എനിക്കില്ല. എൻ്റെ ഏറ്റവും വലിയ ഫ്യൂവൽ എന്ന് പറയുന്നത് കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഒരു പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്, കാരണം ഒരു ആർഗ്യുമെൻ്റ് ഒന്നുമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്നെപ്പോലുള്ള എൻ്റെ സർക്കിളിലുള്ളതിൽ വെച്ചിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും കൂടുതൽ ഇന്ത്യ കണ്ട ഒരാളായിരിക്കും ഞാൻ. കാരണം ഞാൻ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കാടുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അറിവാണ് ആ സാധനം. കാരണം ഞാൻ വെസ്റ്റേൺ ഗട്ട്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ അതൊരു പുതിയ ലോകമാണ് എനിക്ക്. കാരണം തവളെ രാത്രിയും പകലിൽ അവരോടൊപ്പമുള്ള ജീവിതവും ആ തരുന്ന ഒരു സാധനം രാത്രി കാണുന്ന ഒരു എന്താ പറയുന്ന ഒരു ഡേഞ്ചറൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അതൊന്നും ഒരിക്കലും എന്നെ ബാധിച്ചിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നത് കാടുകളാണ് ഏറ്റവും വലിയ സേഫസ്റ്റ് പ്ലേസ്. ഗ്രേറ്റ്. പക്ഷെ എങ്കിലും വി നീഡ് പ്രിക്കോഷൻസ്. നമ്മൾ പ്രത്യേകിച്ച് രാത്രി നമുക്ക് ഗംബൂട്ട്സ് വേണ്ടി വരും. പാമ്പുകൾ മാത്രമല്ല, മൈറ്റ്സ് ഉണ്ടാവും, ടിക്സ് ഉണ്ടാവും, മറ്റ് ലാർജർ ആനിമൽസ് ഉണ്ടാവും, അവരുടെ പ്രസൻസ് ഉണ്ടാവും. സോ വാട്ട് ആർ ദ പ്രിക്കോഷൻസ് യു ടേക്ക് വെൻ യു ഗോ ടു ദ ഫോറസ്റ്റ്? വളരെ ചുരുക്കി പറഞ്ഞ, ഒരു തവള ഒരു മരത്തിലോ ഇല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ സൈഡിലോ ഇരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും കാണാറില്ല. അത് കാരണം അറിയാതെ തന്നെ നമുക്ക് കാരണം ഇറ്റ്സ് എക്സ്ട്രീംലി ഡേഞ്ചറസ് തിങ്സ്. സജീവ് ടു എക്സ്റ്റെൻഡ് ലിറ്റിൽ മോർ. കാരണം ഇതൊരു ഡേഞ്ചറാണ്, നമുക്കറിയുകയും ചെയ്യാം. നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ഇരിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ഇത്രയും വലിയ മണ്ടത്തരമാണ്. ഇതുവരെ ആ മണ്ടത്തരങ്ങളൊന്നും ലൈഫിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. കാരണം അല്ലെങ്കിൽ ഇതൊരു ഡേഞ്ചറല്ല. കാരണം നമ്മൾ ഞാൻ ഒരിക്കൽ പോലും തവള ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മറ്റെന്തുണ്ടെന്നുള്ളത് ഞാൻ മറന്നു. അത് ഞാനെന്നല്ല, എൻ്റെ കൂടെ വരുന്ന വിദ്യാർത്ഥികളും എൻ്റെ കൂടെ ഗവേഷണം ചെയ്യുന്ന എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ട്രൈബ്സാണ്. കാരണം കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാനിന്ന് എന്നെ ആൾക്കാരെ അറിയുന്നുണ്ടെങ്കിൽ, എൻ്റെ വർക്കിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതിയിലധികം ക്രെഡിറ്റ് ട്രൈബ്സിനാണ്. അതിനല്ലാന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എനിക്കത് ഹൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഞാൻ കണ്ടെത്തിയ പല തവളകളും ഞാനായിട്ട് പോയി കണ്ടെത്തിയതല്ല, എൻ്റെ കൂടെ വരുന്ന ഈ പറയുന്ന കാട്ടിൽ തന്നെ താമസിക്കുന്ന കാണി ട്രൈബ്സ് ഫോർ എക്സാമ്പിൾ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം എനിക്കൊന്ന് കുടുംബം കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കപ്പെട്ട അവരോടൊപ്പമാണ്. അപ്പോൾ അതൊരു വലിയൊരു പ്രിവിലേജാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എനിക്കൊന്നും സംഭവിക്കില്ല എന്നെനിക്ക് ഫീൽ ചെയ്യുന്നത് അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ്. കാരണം ഒരു കാണിക്കാരൻ്റെ ഒരു ആൾ കൂടെ വന്ന് അവർ പറയും, സാറേ ഇവിടുന്ന് ഇപ്പോൾ പോകണം. നമുക്കറിയില്ല എന്താണ് അവർ പറയുന്നത്, പക്ഷേ ഞാൻ അപ്പോഴും പോകും. ആദ്യമൊന്നും പോകില്ലായിരുന്നു. കാരണം അവർക്കറിയാം ഞാൻ ഒരു 15 മിനിറ്റ് നടക്കുമ്പോഴത്തേക്ക് ഒരു കൂട്ടം ആന, നമ്മളൊന്നും കാണാത്തതും കേൾക്കാത്തതും അതിന് മുമ്പ് തന്നെ അവർക്ക് അറിയാൻ പറ്റും. ഒരു കൂട്ടം ആന ഇങ്ങോട്ടത് അത് ഇന്നും എനിക്കറിയില്ല എങ്ങനെയാണ്. കാരണം അവർ ആനയുടെ കമൻട്രി പറയും, സാറേ ആന ഇങ്ങോട്ട് വരില്ല, ആന അങ്ങോട്ട് തിരിഞ്ഞു പോകും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആന തിരിഞ്ഞു പോകും. കാരണം നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സേവ് ചെയ്തിട്ടുള്ളത് അവരാണ്. കാരണം വളരെ വലിയ ഡേഞ്ചറുകളിൽ നിന്നെല്ലാം എന്നെ ഒരു പരിധിവരെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് പോകും. ഇതൊക്കെ ഇവിടെ കാട്ടിൽ താമസിക്കുന്ന ട്രൈബ്സ് തന്നെ. ഓക്കെ, എൻ്റെ ഒരു വലിയ സംശയം, വളരെ കളർഫുള്ളായിട്ടുള്ള ജീവികൾ വളരെ കുറച്ചേ ഉള്ളൂ. മിക്കവാറും ജീവികളെല്ലാം തന്നെ അവരുടെ പരിസരമായിട്ട് ചേർന്ന് പോകുന്നത് ക്യാമോഫ്ലാഷ്ഡ് ആയിട്ടാണ് ജീവിക്കുക. അതിനിടയ്ക്ക് വളരെ ഫ്ലാഷി ആയിട്ട് വളരെ കളർഫുള്ളായിട്ടുള്ള ചില വിഭാഗം ജീവികൾ, അതിലൊന്ന് പക്ഷികളാണ്. പക്ഷികൾക്ക് പക്ഷേ ഉള്ളൊരു വലിയ അഡ്വാൻറ്റേജ്, ആരെങ്കിലും അവരെ പിടിക്കാൻ വന്നാൽ അവർക്ക് പറന്നു പോകാൻ പറ്റും എന്നുള്ള വലിയ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ചിത്രശലഭങ്ങളാണ്. അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്നത് അവരെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർ വളരെ കളർഫുൾ ആവുന്നതെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ വിഷമുണ്ട്. വാണിംഗ് കളറേഷനാണ്, എന്നെ തുടരുത് എന്ന് പറയാനാണ് അവർ കളർ ചെയ്യുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് തവളകളാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ട് കളേർഡ് ആയിട്ടുള്ള, ഈ കളർ ഉണ്ടാവുക, ഞാനിവിടെ ഉണ്ടെന്ന് മറ്റുള്ള അറിയിക്കുക എന്നുള്ളത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. കാരണം പ്രഡേറ്റേഴ്സിന് വരാം, അവരെ പിടിച്ചു തരാം. ഈ തവളകൾ എന്ത് ധൈര്യത്തിലാണ് ഇത്ര ഫ്ലാഷി ആയിട്ട് നടക്കുന്നത്? അതിനകത്ത് 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ വിഷമുള്ള അല്ലെങ്കിൽ ഒരു പോയ്സണായിട്ടുള്ളൊരു ഫ്രോഗ് ഇല്ലെങ്കിലും ആമസോൺ കാടുകളിൽ ഒരു ചെറിയ ഇത്ര വലുപ്പമുള്ളൊരു തവളയ്ക്ക് ഒരു 100 ആൾക്കാരെ കൊല്ലാനും 25 വല്ല 30 ആനകളെ പോലും ആ വിഷം ഉപയോഗിച്ചിട്ട് കൊല്ലാൻ കഴിയുന്നത് ലീതലായിട്ട് വിത്തിൻ എ വെരി ഫ്യൂ അവേഴ്സ്. അപ്പം അത്രയും ലീതലായിട്ടുള്ള തവളകൾ ലോകത്തുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ടോഡ്സ് അത് ചെയ്യുന്നില്ലേ? ഇല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരു തവളയും വിഷമുണ്ട്. വിഷം വെച്ചാൽ 2 രീതിയിലാണ്, ഒന്ന് പോയ്സണസും, ഒന്ന് കാരണം നമുക്ക് വരുന്നത് ഒരു മരണത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തവളകൾ ഇന്ത്യയിലില്ല എന്നാണ് ഇതുവരെയും കണ്ടെത്താൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞും കൂടാ. പക്ഷേ ടോഡ് അല്ലെങ്കിൽ പറയുന്ന സിസിലിയൻസ്, അതിൻ്റെ മ്യൂക്കസ് ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ കാട്ടിലൊക്കെ അതിനെ
പിടിക്കുന്ന സമയത്ത് അറിയാതെ നമ്മളെ വിരലുകൾ കണ്ണിലേക്കോ ഏതെങ്കിലും മ്യൂക്കസ് മെമ്പറൈനിലേക്ക് പോകണമെങ്കിൽ ഒരു 4-5 മണിക്കൂറോളം ഇത് വളരെ ഇറിറ്റേഷനും ചിലപ്പോൾ ചൊറിച്ചിലും അങ്ങനെയുള്ള റാഷസൊക്കെ ഉണ്ടാകുന്നല്ലാതെ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു തവള ഇന്ത്യയിലില്ല. അപ്പം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇത്രയും വലിയ കളർ എന്തിനാണെന്നുള്ളത്. കാരണം അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ വളരെ റീസെൻ്റായിട്ടുള്ള കുറേ പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അത് വളരെ ഒരു 10 വർഷത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് തവളകളുടെ രാത്രി ഉള്ള തവളകൾക്ക് ചില തവളകൾ ഫ്ലൂറസൻ്റായിട്ട് രാത്രി കാലങ്ങളിൽ അതിന് ഇപ്പോൾ നമ്മുടെ മിന്നാമിനിങ്ങിനെ പോലെയൊക്കെ പ്രകാശം ഉണ്ടാക്കാൻ പറ്റുന്നത് അതൊക്കെ റീസെൻ്റായിട്ടുള്ള പബ്ലിക്കേഷനാണ്. കാരണം ഒപ്പം തന്നെ മനസ്സിലാവുന്ന വേറൊരു കാര്യം തവളകൾക്ക് പരസ്പരം കാണാൻ പറ്റുന്നുണ്ട്. പണ്ടുള്ള നമ്മുടെ വിചാരം എന്ന് പറയുന്നത് തവള കംപ്ലീറ്റ് കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അപ്പോൾ തവളകൾക്ക് മൾട്ടിപ്പിൾ, അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് പ്രൊസീഡിങ്സ് ഹോസ്പിറ്റൽ പബ്ലിഷ് ചെയ്ത പേപ്പറിൽ തവളകൾക്ക് വിഷ്വലി കാണാൻ പറ്റും. കാരണം കളർ വിഷൻ ഉണ്ട് അതിനകത്ത്. അത് എല്ലാത്തിനും ഉണ്ടെന്നറിയില്ല, ചില തവളകളുടെ റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്. കാരണം രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ തവളകൾ മറ്റു ആനയെ പോലെയോ കടുവയെ പോലെയോ ഒരു സ്പീഷീസായിട്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങുന്നതല്ല. ഒരു ചെറിയ പ്ലാന്റിൽ പോലും 15 സ്പീഷീസ് ഒരുമിച്ച് ജീവിക്കും. ഈ 15 സ്പീഷീസിനെ മാറ്റിയെടുക്കുന്നത് ഒരു പക്ഷേ അതിൻ്റെ കളറാണ്. ഇതെല്ലാം ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇതിന് സെക്ഷൽ സെലക്ഷന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അത് ഇനിയും അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ചിട്ട് അറിയാനുമുള്ള ഒരു വലിയൊരു മേഖലയാണ് ഈ കളർ. ഇത്രയും വാർണിംഗ് കളേഴ്സ്, ഇത്രയും വളരെ ഹാഷായിട്ടുള്ള, ഇത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രോഗ്സിന് എന്താണ് കളറിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ കളറിൻ്റെ പ്രാധാന്യം അവരുടെ ലൈഫിൽ എന്നുള്ളത് ഇന്നും വളരെ 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 വ്യക്തമായൊരു ആൻസർ പറയാൻ പറ്റില്ലെങ്കിലും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഐസൊലേഷനും ഇത്തരത്തിലുള്ള ഒരു ജീവിത രീതി ഉള്ളതിൻ്റെ പേരിൽ തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവളകളെ ഡിസ്ക്രൈബ് ചെയ്ത മനുഷ്യൻ തങ്ങളാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ അറിയപ്പെടുന്ന തവളകളിൽ ഉഭയജീവികളിൽ 25% കണ്ടെത്തിയതും താങ്കളാണ്. പറഞ്ഞാൽ 2 ഫാമിലി, 10ഓളം ജീനസ്, 104ഓളം പുതിയ സ്പീഷീസ്. ഇത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ ആംഫിബിയൻസിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒരാളും ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് താങ്കളെ ഒരു ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ വിളിക്കുന്നത്. ഞാൻ ടാക്സോണമി പ്രോപ്പറിലേക്ക് വരികയാണ്. താങ്കളുടെ ഒരു വർഗീകരണ രീതിയിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം, താങ്കൾ ആദ്യം സാധാരണ പോലെ ചെയ്തിരുന്ന പോലെ അതിൻ്റെ രൂപം നോക്കിയിട്ട് അതിൻ്റെ മോർഫോളജിക്കൽ ടാക്സോണമി എന്നുള്ള നിലയ്ക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് താങ്കൾ ജനിതക ഡാറ്റയും യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിനുശേഷം അവിടെ അവസാനിപ്പിക്കുന്നില്ല, നിങ്ങൾ ബിഹേവിയർ അതിനകത്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് റീപ്രൊഡക്റ്റീവ് ബയോളജി ആഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അഡൾട്ടിന് മാത്രമല്ല ടാഡ്പോൾസിനെയും നോക്കുന്നുണ്ട്, അതിൻ്റെ ഫോമും നോക്കുന്നുണ്ട്. അവിടെ അവസാനിക്കുന്നില്ല, അതിനുശേഷം താങ്കൾ അവരുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലൊരു ഇൻറ്റഗ്രേറ്റീവ് ടാക്സോണമിയിലേക്കുള്ള ഒരു വികാസം, ആ കഥ ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല, കാരണം ഇൻറ്റഗ്രേറ്റീവ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് എൻ്റെ മാത്രമുള്ള സാധനമല്ല. 2003 ആദ്യമായിട്ട് ഒരു എന്താ പറയുന്നത് ഇന്ത്യയിൽ തവളകളിൽ ഇതിനൊരു ഇൻറ്റഗ്രേറ്റീവ് അപ്രോച്ച് വരുന്നത്. അങ്ങനെ അതിലൊരു ഓദർ ഞാനാവാൻ പറ്റിയത് എനിക്ക് വലിയ. അതിനുശേഷം വരുന്നൊരു മാറ്റം, ട്രാൻസ്ഫോർമേഷൻ വളരെ ട്രമൻഡസ് ട്രാൻസ്ഫോർമേഷനാണ്. കാരണം ഇന്ന് ഒരു തവളയെ അല്ലെങ്കിൽ ഒരു ജീവിയെ കണ്ടെത്തുമ്പോഴും അതിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും അതിൻ്റെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ടല്ല, മറിച്ച് അതുകൊണ്ടനുബന്ധമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തവളുടെ കാര്യം പറയുകയാണെങ്കിൽ തവളുടെ ഏറ്റവും ബാഹ്യമായിട്ടുള്ള മാത്രമല്ല ആന്തരികമായിട്ടുള്ള അനാറ്റമി, അതിൻ്റെ സ്കെൽറ്റൽ സിസ്റ്റം, ഒപ്പം തന്നെ തവളകൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രാധാന്യം തവളകൾ ശബ്ദം ഉണ്ടാക്കും. ഇന്ന് ലോകത്തുള്ള ഈ പക്ഷി നിരീക്ഷണം അല്ലെങ്കിൽ പക്ഷികൾക്ക് ഇത്രയും പ്രാധാന്യം വരാനുള്ള കാര്യം പക്ഷികളെ കാണാതെ തന്നെ നമുക്ക് പക്ഷിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ലോകത്തുള്ള ഈ 7500 തവളകളിൽ ഭൂരിപക്ഷം ഒരു 7000 തവളകളിൽ എങ്കിലും അതിനെ കാണാതെ തന്നെ അതിൻ്റെ ശബ്ദങ്ങൾ അത് എനിക്കൊന്നും പലർക്കും അറിയില്ല. പക്ഷികൾ മാത്രമല്ല, എല്ലാ തവളയും ആ തവളയുടെ ശബ്ദം വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് പക്ഷേ അത്രയും വലിയ സാങ്കേതികമായ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു മെജോറിറ്റി ഓഫ് ഫ്രോഗ്സിൻ വി ക്യാൻ ഐഡൻറ്റിഫൈ ബൈ യൂസിങ് സൗണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിന് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഗവേഷണത്തിന് വളരെയധികം പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് പറയുന്നത് സാധാരണ കൺവെൻഷനലായിട്ട് മോർഫോളജി അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഒരു ഘടന വെച്ച് ചിത്രീകരിക്കുന്നതിന് പകരം മോളിക്യൂൾസ് ഡി എൻ എ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ DNA ആണോ ടാക്സോണമി എന്ന് ചോദിച്ചാൽ അതൊരു വലിയൊരു ഡിബേറ്റബിൾ സബ്ജക്റ്റാണ്. കാരണം അതിന് രണ്ട് പോളറൈസ്ഡ് ഒരു വ്യൂസ് ഉണ്ട്. കാരണം ഒന്ന് എന്ന് പറയുന്നത് ടാക്സോണമി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം DNA. DNA ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ ഡിസ്ക്രൈബിങ് എ സ്പീഷീസ്. അപ്പം DNA ആവശ്യമില്ല. കാരണം ബൈനോമിയൽ നോമൻക്ലേച്ചർ ലിനേഴ്സ് തുടങ്ങി വെച്ചിട്ടുള്ള വർഗീകരണ ശാസ്ത്രത്തിൽ ഒരു കാരണവശാലും DNAക്ക് ഒരു പങ്കില്ല.
കാരണം DNA എന്ന് പറയുന്നത് കാരണം നമ്മൾ പറയുന്ന ഒരു മ്യൂട്ടേഷനാണ് ഒരു സ്പീഷീസ് ഉണ്ടാകുന്നത് മ്യൂട്ടേഷനിലൂടെയാണ്. അത് മ്യൂട്ടേഷന് ഏത് രീതിയിലുള്ള മ്യൂട്ടേഷൻ ആണെന്നുള്ളത് വേറൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് DNA എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിങ് ക്രൈറ്റീരിയ മാത്രമാണ്. ഇപ്പോൾ DNA അല്ല യഥാർത്ഥത്തിൽ ടാക്സോണമി എന്ന് പറയുന്നത് അതിൻ്റെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലും അതിൻ്റെ പരിസ്ഥിതിയിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയറും വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒപ്പം തന്നെ അതിന് DNA ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിനെ റെവല്യൂഷണറൈസ് ചെയ്യാനും അതിൻ്റെ ഒരു ആക്യുറസിയെ വർദ്ധിപ്പിക്കാനും അപ്പോൾ അതിന് വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം തവളകളുടെ വർഗീകരണ ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എനിക്ക് പറയാൻ പറ്റുന്നത് ബാഹ്യമായ മോർഫോളജി അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് കാണുന്ന കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ഏറ്റവും കൂടുതൽ ശബ്ദം, DNA. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫാസിനേഷൻ തോന്നുന്നത് തവളകളെപ്പോലെ ഇത്രയും റീപ്രൊഡക്റ്റീവ് ഡൈവേഴ്സിറ്റി ഉള്ള അല്ലെങ്കിൽ ബിഹേവിയറൽ ഡൈവേഴ്സിറ്റി ഉള്ള മത്സ്യങ്ങൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ റീപ്രൊഡക്റ്റീവ് മോഡ്സ് ഉള്ളത് തവളകൾക്കാണ്. തവളകൾ വെള്ളത്തിൽ മുട്ടയിടും, വെള്ളത്തിനടിയിൽ മുട്ടയിടും, മണ്ണിനടിയിൽ മുട്ടയിടും, മരത്തിൻ്റെ മുകളിൽ കനോപ്പിയിൽ പോയിട്ട് മുട്ടയിടുന്ന തവളകളുണ്ട്. അപ്പം ആ തവളകൾ മുട്ടയിടുന്നത് തന്നെ പല രീതിയിലാണ്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള സാധനമാണ്. അതും ഒപ്പം തന്നെ ടാഡ്പോഡ്സ്. ഈ 4-5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് തവള വർഗീകരണം സാധാരണ നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കണ്ടെത്തിയ തവളകളുടെ നമ്പറെല്ലാം പറയുന്നതിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇതൊന്നും എൻ്റെ മാത്രം കണ്ടെത്തലല്ല. കാരണം അത് പറഞ്ഞു വെക്കേണ്ട കാര്യമാണ്. കാരണം എൻ്റെ വിദ്യാർത്ഥികളുടെ എൻ്റെ സഹഗവേഷകരുടെയും കൂടെ കൂട്ടായ പരിശ്രമത്തിൽ അതിനകത്ത് ഞാനും ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ 106 പുതിയ സ്പീഷീസെല്ലാം ഞാൻ മാത്രം കണ്ടെത്തിയതല്ല. ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു 5-6 സ്പീഷീസാണ് ഒരു ഇൻഡിവിജ്വൽ. ബാക്കിയെല്ലാം ഞാൻ ഗൈഡ് ചെയ്യുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ എന്താ പറയുക ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഇപ്പം തങ്ങൾ PhD 6ഓളം PhDs പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് വിദേശ വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ ഏകദേശം 7-8 കുട്ടികൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ ഗംഭീരമായിട്ടുള്ള വർക്കുണ്ട്. അവർ അവാർഡഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. താങ്കളൊരു ഗൈഡ് എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ മെത്തഡോളജി എന്താണ്? എങ്ങനെയാണ് ഈ കുട്ടികളെ വാർത്തെടുക്കുന്നത്? കാരണം ഇതൊരു ഫോർമുലയല്ല. കാരണം ഞാനങ്ങനെ എന്താ പറയുക വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എടുക്കാറില്ല. കാരണം ഞാൻ ഇതുവരെയും ഒരു 15 സ്റ്റുഡൻസാണ് എനിക്ക് മൊത്തത്തിൽ എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ കൂടെ ഏതാണ്ട് 40 സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടി എന്നിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഇന്ന് കാണുമ്പോഴും അവരെല്ലാം ഇന്ന് വലിയ സ്ഥാപനങ്ങളിൽ പോവുകയും PhD എടുക്കുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസാണ്. പക്ഷെ ഞാൻ നോക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം അവർക്ക് എൻ്റെ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ശാസ്ത്രശാഖയിൽ എത്രത്തോളം താല്പര്യമുണ്ടെന്നുള്ളതാണ്. ഞാനൊരു UGCയോ അല്ലെങ്കിൽ CSIRO ഫെലോഷിപ്പ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഒരു കാരണവശാലും ഒരു PhD സ്റ്റുഡൻറ്റിനെ എൻ്റെ ലാബിൽ അപ്പോയിൻറ്റ് ചെയ്യാറില്ല. മിനിമം ഒരു 6 മാസം രജിസ്ട്രേഷന് മുമ്പായിട്ട് എന്നോടൊപ്പം വർക്ക് ചെയ്യും. അപ്പോൾ എന്നെ മനസ്സിലാക്കുന്നതിനും എനിക്ക് അവരെ മനസ്സിലാക്കുന്നതിനുള്ള സമയം ഉണ്ടാവും. അതിനുശേഷം ഒരു ഇൻഫോർമൽ നമ്മുടെ എല്ലാ കുട്ടികളും ഞാൻ ഒരുമിച്ച് നിന്നിട്ട് സംസാരിച്ച് ഒരു ഡിസിഷൻ എടുക്കും. നിങ്ങൾക്ക് ഇനിയും ഇതാണ് എൻ്റെ സ്വഭാവം, ഇതാണ് എൻ്റെ ലാബിൻ്റെ നേച്ചർ. ഇവിടെ ഇങ്ങനെ 10 മണി മുതൽ 5 മണിയുള്ള പരിപാടിയല്ല. കാരണം ചിലപ്പോഴത് നമ്മളിങ്ങനെ പ്രൊളോങ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ശരിയാവണമെങ്കിൽ മാത്രമേ എടുക്കാൻ. അല്ലാതെ അങ്ങനെ ഒരു ഫോർമുലയൊന്നുമില്ല. എനിക്ക് എൻ്റെ PhD സ്റ്റുഡൻസിന് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതൊരു നിമിത്തം പോലെ സംഭവിച്ചതാണ്. അല്ലാതെ ഞാനങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ അവരുടെ ശ്രമമാണ് കൂടുതലും. കാരണം എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയാണ്. അവർ ട്രെയിൻ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടോ? അത് നിങ്ങൾ ആ കുട്ടികളെടുത്ത് നേരെ വെള്ളത്തിലേക്ക് ഇടുകയാണോ ചെയ്യുന്നത്? അവരെ നീന്തി പഠിച്ചോട്ടെ എന്ന് വിചാരിക്കുകയാണോ ചെയ്യുന്നത്? അതോ വിൽ യു ട്രെയിൻ ദ സ്റ്റുഡൻസ്? I never guide anyone. Okay. No, I will never do that because I don't want, കാരണം എന്നെപ്പോലെ ഒരാളിനെ ഉണ്ടാക്കുന്നതിനൊരു വലിയ താല്പര്യമുള്ള കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഗവേഷണത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് കുട്ടികൾ ചെയ്യും. അവസാനം 5 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പുസ്തകം പോലൊരു സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ആരെങ്കിലുമൊക്കെ വന്ന് നോക്കിയിട്ട് കാരണം ഇതൊരു ക്രിയേറ്റീവായിട്ട് പറയുന്നത്. കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. കാരണം അതല്ല. കാരണം നമ്മളൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഫെസിലിറ്റേറ്ററാണ്. PhD ഗൈഡ് എന്ന് പറയുന്നത് ഗൈഡല്ല, കാരണം ഒരു ഫെസിലിറ്റേറ്ററാണ്. കാരണം ഒരാൾക്ക് വേണ്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആൾക്ക് വേണ്ടുന്ന റിക്വയർമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. I have to be very proud. I believe all my students so far much better than me. I don't have any hesitation to say that. കാരണം ഞാൻ ഒരിക്കലും അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഹാർവാർഡിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റ് ഡോക്കാണ്, അല്ലെങ്കിൽ
അവിടുത്തെ ഏറ്റവും നല്ല പോസ്റ്റ് ഡോക്ടറിനുള്ള അവാർഡ് വാങ്ങുന്ന ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ടുള്ള ആളല്ലേ. ഐ എം സോ പ്രൗഡ്. എൻ്റെ ഒരു വിദ്യാർത്ഥിനി ഒരു അമേരിക്കയിലെ ഏറ്റവും വലിയ മ്യൂസിയത്തിൻ്റെ ക്യൂറേറ്റർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള മാനേജറായിട്ടിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ വിദ്യാർത്ഥികൾ പല യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു, കാരണം ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾ എന്നെക്കാളും മോശപ്പെട്ടാവുന്നതിനേക്കാളും നല്ല എന്നെക്കാളും വളരെ മിടുക്കരാവുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. സോ ബേസിക്കലി യു വെർ ഏബിൾ ടു എക്സ്ട്രാക്ട് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദം. അപ്പോൾ അത് പ്രതലം കൊടുക്കുക, അവർക്ക് വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കുക, ആംബിയൻസ് കൊടുക്കുക, അവർക്ക് ചലഞ്ചസ് കൊടുക്കുക. ആൻഡ് യു സ്റ്റോപ്പ് ദെയർ. യെസ്. പിന്നെ അവരുടെ ലോകമാണ്. അങ്ങനെയല്ല, ഞാനതിനകത്ത് കൃത്യമായിട്ടും ഞാനതൊരു ഡ്രൈവ് ചെയ്യുന്നത് ഫ്രണ്ട് സീറ്റിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിനകത്ത് ഡ്രൈവറായിട്ട് എപ്പോഴും ഉണ്ടാവും. ഒരു കാരണവശാലും അങ്ങനെ ഒരു, കാരണം പലപ്പോഴും അങ്ങനെയല്ല. ഇതൊരു ഈ ഗവേഷണം എന്ന് പറയുന്നത് രാവിലെ 10 മണിക്ക് തുടങ്ങി 5 മണിക്ക് അവസാനിക്കുന്ന 2 മണിക്കൂർ ഗ്യാപ്പിൽ ലഞ്ച് ബ്രേക്കുള്ളൊരു സമ്പ്രദായമല്ലത്. കാരണം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, കാരണം ലോകം മൊത്തം നോക്കിയാൽ മനസ്സിലാവും, ഗവേഷണം ഇന്ത്യയിൽ മാത്രമാണ് ഒരു ഡിഗ്രിക്ക് വേണ്ടി ഗവേഷണം ചെയ്യുന്നത്. ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു സ്ഥലത്തും ഒരു ആൾക്ക് താല്പര്യമില്ലെങ്കിൽ അവർക്കൊരു വിഷൻ ഉണ്ടാവും. വൈ ഐ ഹാവ് ടു ഗോ ഫോർ എ PhD. ഡിഗ്രി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് അതോടെ കഴിയാണ്. ഇതൊരു ഡിഗ്രി അല്ല. ഇത് നമ്മൾ ഡിസൈഡ് ചെയ്യുക, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ വിഷൻ, നമ്മുടെ ഡിസയർ ടു ബി എ സയൻറ്റിസ്റ്റ് ഓർ ഡു എ സംതിങ് ലൈക്ക്. അത് വലിയൊരു പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. കാരണം ഒരു UGC CSR കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഗൈഡിനെ കണ്ടുപിടിക്കുക, 5 വർഷം സാക്രിഫൈസ് ചെയ്യുക, ഒരു PhD കിട്ടുക, അവസാനിപ്പിക്കുക. അതല്ല, മറിച്ച് കാരണം ഒരു PhD ചെയ്യുമ്പോഴത്തേക്ക് അയാൾക്കൊരു വിഷൻ ഉണ്ടാവണം.